ഭൃഗുസൈന്യത്തോട് തോറ്റോടിയ ഭൂതഗണങ്ങൾ മഹാദേവന്റെ അടുത്തെത്തി കാര്യങ്ങൾ ധരിപ്പിച്ചു. മഹാദേവന്റെ ആജ്ഞപ്രകാരം അവിടെ എത്തിയ നാരദമുനി ദക്ഷയാഗവേദിയിലുണ്ടായ സംഭവങ്ങളും സതീദേവിയുടെ വിയോഗവും വിസ്തരിച്ചു തന്നെ മഹാദേവനോട് അറിയിച്ചു. സർവ്വസംഹാരകനായ രുദ്രൻ തന്റെ ജടയിൽ നിന്നും ഒരു പിടി പറിച്ചെടുത്ത് അവിടുത്തെ പർവ്വത മുകളിൽ അടിച്ചു. ഭയങ്കരമായ ശബ്ദത്തോടെ ആ ജടയുടെ കഷ്ണം രണ്ടായി പിളർന്നു. അതിൽ ആദ്യത്തെ ഭാഗത്തിൽ നിന്നും വീരഭദ്രൻ ഉയർന്നു വന്നു. 1000 ഹസ്തങ്ങൾ ഏന്തിയ പോലെ നിൽക്കുന്ന വീരഭദ്രൻ സർവ്വവും സംഹരിക്കാൻ പോന്നവനായിരുന്നു. ജടയുടെ അടുത്ത ഭാഗത്തു നിന്നും മഹാകാളി ഉണ്ടായി. കോടിക്കണക്കിന് ഭൂതഗണങ്ങൾ ചുറ്റി നിൽക്കുന്ന അതിഘോര രൂപിണിയായി ദേവി നിലകൊണ്ടു. ശിവന്റെ ഉഗ്രമായ നിശ്വാസത്തിൽ നിന്നും 100 ജ്വരങ്ങളും 13 ദ്രവ്യങ്ങളും ഉണ്ടായി. ചന്ദ്രനെയും അഗ്നിയെയും പേർന്ന മഹാദേവൻ അതീവരോഷനായി നിൽക്കുന്നത് കണ്ട് വീരഭദ്രൻ ഇങ്ങനെ പറഞ്ഞു: അങ്ങനോട് ആജ്ഞാപിച്ചാലും എന്താണ് വേണ്ടത്? അരനിമിഷം കൊണ്ട് സമുദ്രത്തിനെ വറ്റിക്കണോ? അരനിമിഷം കൊണ്ട് ഈ പർവ്വതത്തിനെ പൊടിക്കണോ? ഈ പ്രപഞ്ചത്തിനെ നശിപ്പിക്കാൻ എനിക്ക് 1 നിമിഷം മതി. എല്ലാം അങ്ങയുടെ ആജ്ഞപ്രകാരം ഞാൻ ചെയ്യുന്നതായിരിക്കും. നിന്നുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എന്താണ് ഭഗവനെ എനിക്ക് ചെയ്യാൻ കഴിയാത്തത്? വീരഭദ്രന്റെ വാക്കുകൾ കേട്ട് മഹാദേവൻ ഇങ്ങനെ പറഞ്ഞു: ദക്ഷന്റെ യാഗത്തിന് സർവനാശം വരുത്തണം. ദേവന്മാരോ ഗന്ധർവന്മാരോ ആരും തന്നെ ഉണ്ടെങ്കിൽ അവരെയെല്ലാം ഭസ്മമാക്കുക. വിഷ്ണുവോ ബ്രഹ്മനോ യമനോ ആരുണ്ടായാൽ പോലും അവരെ നിലത്ത് വീഴ്ത്തുക. ദധീജിയുടെ വാക്കുകളെ ലംഘിച്ച് അവിടെ വന്നു ചേർന്ന എല്ലാ എതിരാളികളെയും നശിപ്പിക്കുക. വിഷ്ണുവും മറ്റുള്ളവരും നിന്നെ എതിർത്താൽ ഇവിടെയുള്ള മറ്റുള്ള ഗണങ്ങളും നിന്നെ സഹായിക്കാൻ എത്തുന്നതായിരിക്കും. എന്റെ ആജ്ഞ ലംഘിച്ച് അവിടെ തങ്ങുന്ന എല്ലാ അഹങ്കാരികളെയും ജ്വലിക്കുന്ന അഗ്നിയാൽ ദഹിപ്പിക്കുക. ദേവന്മാർ നിങ്ങളെ സ്തുതിച്ചാൽ പോലും അവരെയും ചാരമാക്കുക. ആ യാഗം ഭസ്മമാക്കുക. ദക്ഷനെയും പരിവാരങ്ങളെയും ഒരു ആയാസം കൂടാതെ നശിപ്പിച്ച ശേഷം നിങ്ങൾക്ക് ജലപാനം നടത്താം. എന്നിട്ട് തിരിച്ച് എന്റെ വാസസ്ഥലത്തേക്ക് മടങ്ങി വരിക എന്ന മഹാദേവന്റെ വാക്യം കേട്ട് വീരഭദ്രനും മറ്റു ഗണങ്ങളും യാത്രയാവുകയാണ്.